ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? മലയാളി കുടുംബങ്ങളുടെ സ്വന്തം സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന സംവിധായകൻ. സത്യൻ അന്തിക്കാട്. ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേരളം. അയ്യേ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഇല്ലാത്തത്? ഗ്രാമീണരായ കുറെ ക്യാരക്ടേഴ്സ് ഇതിലെല്ലാം പങ്കാളികളാണ്. ഈ ആളുകളെല്ലാവരും ഒന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഹ്യൂമർ. കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ നടന്നു പോകുന്നു. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. ഒരു പ്രത്യേക ജീവിതല്ലേ? എന്തിന് തലപ്പന്ത് കളിക്കാൻ? നല്ല ചേർച്ച. ശശിയേട്ടൻ പറഞ്ഞില്ല. ഭരണിയില്ല. എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട നടത്തിയിരുന്നു. വണ്ണം കട്ട ക്ലച്ച് കുഴിച്ചെടുക്കും, ഗീർ വലിച്ചു വരിക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണുകയില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. തീവ്രമായ ദുഃഖം, തീവ്രമായ പ്രണയം, ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയേണ്ടത്. പട്ടിണിയിലാണ്, പട്ടിണി. രാത്രി ഒരു പോള കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയതാ. സിനിമ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ജോലിയല്ല, ഒരു ആനന്ദമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ശ്രീനിവാസനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാവുന്നത്. എനിക്ക് ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശ്രീ സത്യൻ അന്തിക്കാട്.